ഈ വേദിയിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. ഒരു ഈഗിളിന്, ഒരു പരുന്തിന് 70 വർഷമാണ് ആയുസ്സുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 40 വർഷം കഴിയുമ്പോൾ, 40 വയസ്സാവുമ്പോൾ ആ പരുന്തിന് തൻ്റെ ബലക്ഷയം സംഭവിക്കും. ആ സമയത്ത് ആ പരുന്ത് തൻ്റെ മാളങ്ങളിൽ പോയി പാറകളിൽ കൊത്തി തൻ്റെ ചുണ്ടുകൾ ഒരസി ഒഴിവാക്കി പുതിയ ചുണ്ടുകൾ വരുന്നത് പോലെ, പുതിയ പവർഫുള്ളായ ചിറകുകൾ വരുന്നത് പോലെ 150 ദിവസത്തോളം വ്രതമെടുത്തിട്ടാണ് അത് അടുത്ത ലെവലിലേക്ക് മോർ പവർഫുള്ളായി വരുന്നത്. ഇതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. കാരണം വളരെ കാലങ്ങൾക്ക് മുന്നേ എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടും അതെല്ലാം ഉണ്ടായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങളെ കൊണ്ട്, പല പ്രയാസങ്ങളെ കൊണ്ട്, പ്രതിസന്ധികളെ കൊണ്ട് ഇതെല്ലാം മാറ്റിവെച്ച് തൻ്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മോർ പവർഫുൾ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൻ്റെ അവസാനത്തെ റിസൾട്ടിൻ്റെ ദിവസമാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന 2 അനുഗ്രഹങ്ങളിൽ 2 അനുഗ്രഹമാണ്. ഒന്ന് സ്കില്ലുകളാണ്, ഒന്ന് അവസരങ്ങളാണ്. ഒന്ന് സ്കില്ലുകളാണ്, ഒന്ന് അവസരങ്ങളാണ്. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം അവസരങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിന് കിട്ടിയ 1 വർഷം നന്നായി ഉപയോഗിച്ച് വളരെയധികം പെർഫോമൻസ് ആക്കി, ആദ്യം വന്ന രൂപത്തിലല്ല പല ആളുകളുള്ളത്, ആണോ? അല്ല, അത്രയും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ, ഓൺലൈനായിട്ട് പോലും പരിമിതികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ വളരെ ആക്റ്റീവായി, വളരെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റേഷൻ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ടീച്ചേഴ്സിന്റെ പവറിലേക്ക് എത്തിയത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കുന്ന ദിവസമാണെന്ന്, വളരെ സന്തോഷമുള്ള ദിവസമാണ്. നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇതിനുള്ളൊരു അവസരം കിട്ടിയതിന് എൻ്റെ ദൈവത്തിനോട്, ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ച, ഈ മോസ്റ്റ് അബാൻഡൻ്റ് ആയിട്ടുള്ള ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചതിന്, ഇതുപോലുള്ളൊരു അവസരം ജീവിതത്തിൽ തന്നതിനൊക്കെ ദൈവത്തിനോട് ഏത് സമയത്തും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ ഇനിയും കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.